അരുണാചൽ പ്രദേശിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയവരുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. ദേവിയുടെ മൃതദേഹം തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മൂന്നാംമുട്ടിലെ വീട്ടിലും ആര്യയുടെ മൃതദേഹം വട്ടിയൂർക്കാവിലെ വീട്ടിലേക്കും കൊണ്ടുവന്നു. നവീന്റെ മൃതദേഹം കോട്ടയത്തേക്ക് കൊണ്ടുപോയി. ഹരി മോഹൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഹരി, മൂവരുടെയും സംസ്കാര ചടങ്ങുകളൊക്കെ ഇന്ന് തന്നെ ഉണ്ടാകുമോ? ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുകയാണ്? അമൃത, 3 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് ഉച്ചയോട് കൂടിയിട്ടാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കൊണ്ടുവന്നത്. ഇറ്റാനഗറിൽ നിന്ന് അവിടെ നിന്ന് ഗുവാഹട്ടിയിലെത്തി. ഗുവാഹട്ടിയിൽ നിന്നാണ് ഈ മൃതദേഹങ്ങൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. ബന്ധുക്കളും നേരത്തെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം തന്നെ അവിടെ ചെന്നിരുന്നു. ഇവരും മൃതദേഹത്തെ അനുഗമിച്ചിരുന്നു. അങ്ങനെയാണ് മൃതദേഹങ്ങൾ ഇവിടെ എത്തുന്നു. ദേവിയുടെയും ആര്യയുടെയും മൃതദേഹങ്ങൾ വീടുകളിലേക്ക്, അതായത് വട്ടിയൂർക്കാവിൽ ആണ് 2 പേരുടെയും വീടുകൾ, അടുത്തടുത്താണ്. അവരുടെ വീടുകളിലേക്ക് കൊണ്ടുചെല്ലുന്നു. നവീന്റെ മൃതദേഹം കോട്ടയത്തേക്കാണ്, സ്വദേശമായ കോട്ടയത്തേക്കാണ് കൊണ്ടുപോയത്. ആര്യയുടെയും ദേവിയുടെയും സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനുള്ളിൽ പൂർത്തിയാകും. ശാന്തി കവാടത്തിൽ വെച്ചാണ് ഇരുവരുടെയും സംസ്കാര ചടങ്ങുകൾ നടക്കുക. നവീന്റെ സംസ്കാര ചടങ്ങുകൾ നാളെയാണ് നടക്കുക. പിന്നെ അമൃത ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അന്വേഷണത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ചുമതല ഇപ്പോൾ നിലവിലുള്ളത് സിറോ എന്ന് പറയുന്ന അരുണാചൽ പ്രദേശിലെ സ്ഥലത്താണ് ഈ സംഭവം നടന്നത്. അതുകൊണ്ട് തന്നെ സിറോ പോലീസിനാണ് അതിന്റെ ചുമതലയുള്ളത്. ലോവർ സുബാൻസിരി SP-യുടെ നേതൃത്വത്തിലുള്ള ഒരു 5-അംഗ സംഘമാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദുർമന്ത്രവാദം കേന്ദ്രീകരിച്ച് തന്നെയാണോ അന്വേഷണം നടക്കുന്നത്, ഹരി? തീർച്ചയായിട്ടും ഇപ്പോൾ അത്തരത്തിലുള്ള സൂചനകളാണ് സിറോ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. കാരണം ആ മുറിയിൽ നിന്ന്, ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ മുറിയിൽ നിന്ന് ഒരു പ്ലേറ്റിൽ മുടിയൊക്കെ ലഭിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിൽ മുടിയൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം ബ്ലാക്ക് മാജിക്കുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശിലെ ചില സ്ഥലങ്ങൾ വളരെ വലിയ തോതിൽ തന്നെ ബ്ലാക്ക് മാജിക്കിന് വളരെ പ്രശസ്തമാണ്, ഒരു തരത്തിൽ കുപ്രസിദ്ധമാണ് എന്ന് പറയാൻ കഴിയും. ഈ സിറോയിൽ നിന്ന് കുറച്ചധികം ദൂരെയായിട്ട് ഈ സമാനമായ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഈ പരിസരത്ത് എവിടെയെങ്കിലും തന്നെ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട ആളുകളുടെ കൺവെൻഷനുകൾ നടന്നിട്ടുണ്ടോ, ബ്ലാക്ക് മാജിക് കേന്ദ്രങ്ങൾ ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇവർ സിറോ പോലൊരു മലയടിവാരത്തിൽ ചെന്ന് അവിടെ ചെന്നൊരു ഹോട്ടലിൽ മുറിയെടുത്തുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതാണ് പോലീസിന് സംശയം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ സിറോയുടെ ഭാഗത്തോ അല്ലെങ്കിൽ അവിടെ നിന്ന് കുറച്ചകലെയായിട്ടോ ഒക്കെ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം പോലീസ് കാര്യമായിട്ട് തന്നെ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇവരുടെ ലാപ്ടോപ്പും മൊബൈല് തുടങ്ങിയവ ഫോറൻസിക് പരിശോധനയ്ക്കും അയച്ചിട്ടുണ്ട്. അവ ലഭിച്ചാലാണ് കൂടുതൽ വിവരങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ. അമൃത.